നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയുടെ പേര് സ്വിമ്മിംഗ് പൂൾ എന്നാണ്. ഈ ഒരു കഥ രചിച്ചിരിക്കുന്നത് അസ്ഗർ വജാഹത്താണ്. ഇദ്ദേഹം വർത്തമാന ഹിന്ദിയിലെ ബഹുമുഖി പ്രതിഭാ കെ കലാകാർ ഹെ. കൂടാതെ കഹാനി, നാടക്, ഉപന്യാസ് ആദി വിധാओं में उन्होंने अपनी कलम चलाई है. അതായത് ഇദ്ദേഹം കഥകളും നാടകങ്ങളും ഉപന്യാസങ്ങളുമൊക്കെ രചിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാത് ആസ്മാൻ ഉൻകി പ്രസിദ്ധ ഉപന്യാസ് ഹെ. അതായത് സാത് ആസ്മാൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഉപന്യാസമാണ്. ഗുരു ചേല സംവാദ്, മുഖ്യമന്ത്രി ഔർ ഡെമോക്രസിയ, ഈ രണ്ട് കഥകളും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കഥകളിൽ പെടുന്നവയാണ്. നമുക്കിന്ന് പഠിക്കാനുള്ള സ്വിമ്മിംഗ് പൂൾ എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായ ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് കഥയുടെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഈ കഥ പഠിക്കുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കഥയിൽ മെയിൻലി 3 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 3 ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് കഥയുടെ നായകൻ. കഥയുടെ നായകൻ്റെ പേര് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല, ജസ്റ്റ് നമ്മൾ കഥാനായകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ രണ്ടാമത്തെ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ കഥാനായകി പത്നി. അപ്പോൾ രണ്ടുപേരുടെയും പേരുകൾ ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല, ജസ്റ്റ് കഥാനായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഉൻകി പത്നി എന്നും ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെ തേർഡ് കഥാപാത്രം ഒരു VIP ഗസ്റ്റാണ്. അപ്പോൾ ആ ഒരു VIP ഗസ്റ്റിനെ ജസ്റ്റ് ഒരു VIP എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഈ ഒരു കഥയുടെ സ്റ്റാർട്ടിംഗ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ കഥാനായകൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇദ്ദേഹം പുറമേ നിന്നും ഒരുപാട് ഗസ്റ്റിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഒരു VIP ഗസ്റ്റിനെ കൂടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കഥാനായകൻ തൻ്റെ വീട്ടിലേക്ക് ഒരു VIP ഗസ്റ്റിനെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നമുക്കറിയാം, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു വീട്ടിലത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ യൂഷ്വലി ഈ ഒരു ഗസ്റ്റിനെയൊക്കെ സൽക്കരിച്ചിരുത്തുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മുടെ കഥാനായകനും ഈ ഒരു തിരക്കിൽ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം തൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചത്. അപ്പോൾ ഭാര്യ VIP ഗസ്റ്റിനോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കഥാനായകൻ തൻ്റെ ഭാര്യയെ അത്തരത്തിൽ ശ്രദ്ധിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ കഥാനായകൻ്റെ വീട്ടിനടുത്ത് ഒരു നാലയുണ്ട്, അതായത് ഒരു ഓവുചാലുണ്ട്. അപ്പോൾ ഈ ഒരു ഓവുചാല് ഒരുപാട് വേസ്റ്റ് അക്യുമുലേഷൻ കാരണം, അതായത് വേസ്റ്റൊക്കെ കുമിഞ്ഞു കൂടിയത് കാരണം അതിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് അവിടെ ജീവിക്കുക എന്നത് വളരെയധികം അസഹനീയമായിരിക്കുകയാണ്. ഈ കുറേ കാലമായി അവിടെ ആ നാല, അതായത് ആ ഒരു തോട് വൃത്തിയാക്കാതെ ഇട്ടിട്ട്, അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ അതിനു ചുറ്റും ജീവിക്കുന്നവർക്ക് അവിടെ നിൽക്കുക എന്നത് വളരെയധികം അസഹനീയമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം തന്നെ ഈ ഒരു കഥാനായകനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം അവരുടെ വീടും ഈ ഒരു തോട് അല്ലെങ്കിൽ ഈ ഒരു നാലയുടെ അടുത്താണ്. അപ്പോൾ ഈ ഒരു നാലയുടെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയായിട്ട് കൂടിയും മറ്റു ഗവൺമെൻറ് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ ഈ ഒരു കണ്ടീഷൻ ശരിയാക്കാൻ വേണ്ടി ഒരു വർക്കും ചെയ്തതും ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസോ അല്ലെങ്കിൽ ഒരു മെഷേഴ്സോ അവരെടുത്തിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കാലിറ്റിപ്പെട്ട ആൾക്കാരൊക്കെ വളരെയധികം വിഷമത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ നായകന് പേടിയുണ്ടായിരുന്നു തൻ്റെ ഭാര്യ വീട്ടിൽ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയം തന്നെ ഈ ഒരു VIP ഗസ്റ്റിനോട് പോയിട്ട് തൻ്റെ വീട്ടിനടുത്തുള്ള ഈ ഒരു നാലയുടെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ എന്ന് അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് ഗസ്റ്റ് കൂടെ ഉണ്ടായത് കാരണം തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ സാധിച്ചില്ല. അദ്ദേഹം മെല്ലെ ഗസ്റ്റിനൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി ആ ഒരു VIP അടുത്ത് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ VIPയോട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കഥാനായകന് പേടിയുണ്ടായിരുന്നു, നമ്മുടെ VIP ഗസ്റ്റ് എങ്ങനെയായിരിക്കും ഇവരോട് പെരുമാറുക, തൻ്റെ ഭാര്യയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം റിയാക്ട് ചെയ്യുക എന്ന് നമ്മുടെ കഥാനായകന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
പക്ഷേ നമ്മുടെ VIP ഗസ്റ്റ് വളരെയധികം നല്ല പൊളൈറ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കഥാനായകൻ്റെ ഭാര്യയോട് സംസാരിച്ചത്. സ്ത്രീ പറഞ്ഞത് മുഴുവൻ നമ്മുടെ VIP ഗസ്റ്റ് കേട്ടു നിന്നു. കൂടാതെ ഈ പ്രശ്നത്തെ എല്ലാം പരിഹരിക്കാമെന്ന് വാക്കു നൽകിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് പുറപ്പെട്ടത്. അപ്പോൾ ഇത്രയും നാൾ കുറേ ദിവസങ്ങളായിട്ട് തൻ്റെ ഭാര്യ ശരിയായ രീതിയിൽ ഉറങ്ങിയിട്ടില്ല എന്ന് നമ്മുടെ കഥാനായകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു VIP ഗസ്റ്റിനെ കണ്ട് അദ്ദേഹത്തോട് തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞതും ഈ ഒരു നാലയുടെ കണ്ടീഷൻ ശരിയാക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തതും ഒക്കെ കേട്ടപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം മനസ്സമാധാനം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് നല്ല രീതിയിൽ ഉറങ്ങി എന്ന് നമ്മുടെ കഥാനായകൻ പറയുകയാണ്. തുടർന്നുള്ള കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് മാസങ്ങൾ പിന്നിട്ടു. പക്ഷേ ഇതുവരെയായിട്ടും ആ ഒരു നാലയുടെ കണ്ടീഷൻ ആരും ശരിയാക്കിയില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും അവിടെ വന്ന് നോക്കിയതുമില്ല. അതിൻ്റെ കണ്ടീഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് മെഷേഴ്സ് ഒന്നും എടുത്തതുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുച്ച് മഹീനെ ബീത് ഗയി കോയി ഫായദ നഹീ ഹുവാ തോ പത്നിനെ മഹാനഗർ പാലിക സെ ശിക്കായത് കി. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നോ ഒരു മെഷേഴ്സും എടുക്കാത്തത് കാരണം തന്നെ ഈ ഒരു കഥാനായകൻ്റെ ഭാര്യ പോയിട്ട് മഹാനഗർ പാലിക, അതായത് നഗരപാലകന്മാർക്ക് അല്ലെങ്കിൽ നഗരപാലികയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. അതായത് ശിക്കായത് ദിയെ വഹ് ബി സാഫ് കർനെ കാ വാദ ദിയ. अंत में पत्नी VIP के ऑफिस में जांच की. അപ്പോൾ ഈ ഒരു മഹാനഗര പാലികയും അത് ആ ഒരു നാല ക്ലീൻ ചെയ്യുക എന്ന ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നിട്ടും ഒരു അതിന് റിസൾട്ടായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറുപടിയായിട്ട് ഇന്നേ വരെ ഒരു ആളും ആ ഒരു നാലയെ വിസിറ്റ് ചെയ്യാനോ ഒന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കഥാനായകൻ്റെ ഭാര്യ നമ്മുടെ VIP ഗസ്റ്റിനെ ചെന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ VIP ഗസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്നതോ അവർ മനസ്സിലാക്കിയത് ആ ഒരു ഗസ്റ്റ് ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് അറിയാൻ അവർക്ക് സാധിച്ചത്. അദ്ദേഹം മറ്റെന്തോ കാരണം കൊണ്ട് വളരെയധികം തിരക്കിലാണെന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്നുമാണ് അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അതിനുശേഷം ഒരിക്കൽ നമ്മുടെ ഈ ഒരു കഥാനായകൻ്റെ ഭാര്യ VIPയെ അവസാനം കണ്ടുമുട്ടി. അപ്പോൾ ഈ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷത്തിലും അദ്ദേഹം വീണ്ടും വാഗ്ദാനം കൊടുക്കുകയാണ് ഉണ്ടായത്. ആ നാല നമുക്ക് ശരിയാക്കാം, അത് എന്തായാലും ഞാൻ അത് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തു. പക്ഷേ എന്നിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും നടപ്പിലാക്കിയതുമില്ല. ആരും അവിടെ വന്ന് അന്വേഷിച്ചതോ നോക്കിയതോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അതിനെക്കുറിച്ചാണ് തുടർന്നുള്ള വരികളിൽ പറഞ്ഞിരിക്കുന്നത്. एक दिन VIP से मिले तो वे आत्मविश्वास से कहते हैं कि नाला ठीक हो जाएंगे. फिर एक दिन कहानी का नायक ऑफिस से लौट आया तो उनकी पत्नी ने कहा कि नाले में फूल बहते देखा है. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ആ ഒരു VIP ഗസ്റ്റ് വാഗ്ദാനം നൽകിയതിന് ശേഷം കുറച്ച് ദിവസം പിന്നിട്ടു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ നായകൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്, ആ ഒരു ഗന്ദഗി സെ ഭര നാല, അതായത് വേസ്റ്റ് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു നാലയിലൂടെ അവൾ പൂക്കൾ ഒഴുകിപ്പോകുന്നത് കണ്ടായിരുന്നു എന്ന്. दो चार दिन बाद पत्नी ने बताया कि उन्होंने नाले में किताबें बहती देखी है. അങ്ങനെ വീണ്ടും 2-3 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആ ഒരു നാലയിലൂടെ കിതാബെ, അതായത് പുസ്തകങ്ങൾ ഒഴുകിപ്പോകുന്നതായി കണ്ടു എന്ന്. ऐसी बातें सुनकर उसे डर लगा कि पत्नी पागल हो गई है. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടതും നമ്മുടെ നായകന് പേടി തോന്നാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായോ അല്ലെങ്കിൽ വോ പാഗൽ ബൻ ഗയി ഹോ, അപ്പോൾ അങ്ങനെ ഭയം തോന്നാൻ തുടങ്ങി. തൻ്റെ ഭാര്യ
നോർമൽ അല്ല എന്ന് അദ്ദേഹത്തിന് തുടങ്ങി. कुछ दिन बाद उन्होंने देखा कि मोहल्ले के लोग भी नाले में तरह तरह की चीज़ें बहते हुए देखे हैं. അതായത് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടതും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള മറ്റുള്ള ആൾക്കാരും ആ നാലയിലൂടെ ഓരോ തരത്തിലുമുള്ള സാധനങ്ങൾ ഒഴുകിപ്പോകുന്നതായി കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. वे लोग भी नाले में उखड़े पेड़ घोंसले आदि बहते हुए देखा है. അതായത് ആ ഒരു നാലയിലൂടെ അല്ലെങ്കിൽ ആ ഒരു തോടിലൂടെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാർ അതിൽ വേരടക്കം ഇളകിയിട്ടുള്ള ഒരു മരവും കൂടാതെ പക്ഷിയുടെ നെസ്റ്റും ഒക്കെ ഒഴുകി പോകുന്നതായി കണ്ടു എന്ന് പറയുന്നത് കേട്ടു. തബ് ഉസ്കോ മാലൂം ഹുവാ കി പത്നി നോർമൽ ഹൈ. അപ്പോഴാണ് നമ്മുടെ കഥാനായകന് മനസ്സിലായത് തൻ്റെ ഭാര്യയും നോർമലാണ്, അവർക്ക് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒന്നും പ്രാന്തായിട്ടൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതായിരിക്കും. അപ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള മറ്റാൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒഴുകി പോകുന്നുണ്ട്, അപ്പോൾ തൻ്റെ ഭാര്യയും നോർമലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ലേക്കിൻ ഏക് ദിൻ ജബ് വഹ് ഘർ വാപസ് ആയ തബ് ഉസ്കി പത്നി कहती है कि आज उन्होंने VIP को नाले में तैरते देखा था. അപ്പോൾ ഇപ്രാവശ്യം നടന്ന കാര്യം കേട്ടിട്ട് ശരിക്കും നമ്മുടെ കഥാനായകൻ ഞെട്ടുകയാണ് ഉണ്ടായത്. അവരുടെ ഭാര്യ അന്ന് ആ ദിവസം അദ്ദേഹത്തിനോട് പറയുകയാണ്, ഞാൻ ഇന്ന് VIP ഗസ്റ്റ്, അതായത് അവരുടെ വീട്ടിൽ അന്ന് അവർ ക്ഷണിച്ചിരുന്ന VIP ഗസ്റ്റ് ഇന്ന് ആ നാലയിലൂടെ, അതായത് ആ ഒരു തോടിലൂടെ നീന്തുന്നതായി കണ്ടു എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടത് നമ്മുടെ ആ ഒരു കഥാനായകൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ പറയുകയാണ് VIP സ്വിമ്മിംഗ് പൂൾ സമജ്കർ ഉസ്മേ തൈർ രഹേ ഥേ. അപ്പോൾ ആ ഒരു നായകൻ്റെ ഭാര്യ പറയുകയാണ് VIP ആ ഒരു നാലയെ സ്വിമ്മിംഗ് പൂൾ എന്ന് കരുതിയിട്ട് അതിലൂടെ നീന്തുകയാണ് ഉണ്ടായത് എന്ന്. യഹ് സുൻകർ നായക് സ്തബ്ധ രഹ ഗയേ. इसके साथ कहानी का अंत होता है. അപ്പോൾ നമ്മുടെ കഥ അവസാനിക്കുന്നത് ഈ ഒരു കഥാനായകൻ തൻ്റെ ഭാര്യ VIP ഗസ്റ്റിൻ്റെ നാലയിലൂടെ നീന്തുന്നത് കണ്ടു എന്ന് പറഞ്ഞത് കേട്ട് സ്തബ്ധനായി നിൽക്കുന്നതോടു കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റുള്ള സ്റ്റാൻസയിൽ തൻ്റെ ആ ഒരു കഥാനായകൻ്റെ ഭാര്യ ഇത്തരത്തിൽ പറയാനുള്ള കാരണം ആ ഒരു സ്ത്രീ അബ്നോർമൽ ആയതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിലത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ശ്രദ്ധയില്ലായ്മയും അവരുടെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള മടി കാരണവും മറ്റുള്ള ആ ഒരു ലൊക്കാലിറ്റിയിൽപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ ചൂണ്ടിക്കാട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ കംപ്ലൈൻറ്റ് അവർ എഴുതി കൊടുത്തതിന് ശേഷം ഇതുവരെയായിട്ടും ആ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ മറ്റുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോ ആ ഒരു പ്ലേസിൽ വന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഉപായങ്ങളോ ഒന്നും അവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് ആ ഒരു നാല അല്ലെങ്കിൽ ആ ഒരു ഗന്ദഗി സേ ഭരാ നാല അല്ലെങ്കിൽ വേസ്റ്റ് കുമിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു തോട് ഇപ്പോൾ നല്ല കണ്ടീഷനിലാണെന്നും അതിലൂടെ ഇപ്പോൾ പൂക്കളും പുസ്തകങ്ങളും ഒക്കെയാണ് ഒഴുകി പോകുന്നത് എന്നും ഒക്കെ അവർ സ്വയം മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ് ഉള്ളത്. കാരണം അവർക്കറിയാം ഇനി ഇതൊന്നും ക്ലീൻ ചെയ്യാൻ ആരും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി മനസ്സിനെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ഇപ്പോൾ അതിൽ ഒരു വേസ്റ്റും ഇല്ല എന്നും ഇപ്പോൾ അതിലൂടെ VIPസും ഒക്കെ ഒഴുകി പോവുകയാണെന്നൊക്കെ അവർ സ്വയം കരുതി തൻ്റെ മനസ്സിനെ ശാന്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. स्विमिंग पूल नामक कहानी में सामाजिक व्यवस्था को दर्शाने के साथ साथ उस पर व्यंग्य भी किया है. അതായത് ഈ ഒരു കഥയിലൂടെ സമാജത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അവസ്ഥയെക്കുറിച്ചും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. तीखे व्यंग्य के साथ उन्होंने समाज की जटिलताओं का वर्णन इस कहानी में किया है. അതായത് നമ്മുടെ സമാജത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല അത്യാചാരങ്ങളെക്കുറിച്ചും അതിനെ പറ്റി നല്ല രീതിയിൽ അതിനെ വിമർശിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കഥ
കഥാകൃത്ത് ഇവിടെ ഈ കഥ രചിച്ചിരിക്കുന്നത്. So if you enjoyed this video, click the like button and don't forget to subscribe my channel.